അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. 6-ാം ക്ലാസ്സിലെ അഖായിദിൻ്റെ 6-ാമത്തെ പാഠം ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, വിധി അള്ളാഹുവിന് മാത്രമാണ്. എന്തിനാണ് കുറേ നിയമങ്ങൾ? ഈ നിയമങ്ങളൊന്നുമില്ലെങ്കിൽ എന്ത് സുഖമാണ്. മൃഗങ്ങൾക്ക് നിയമങ്ങളുണ്ടോ? ഖാസിമും ഷിബിലിയും ഗൗരവമുള്ള ചർച്ചയിലാണ്. മൃഗങ്ങൾ വസ്ത്രം ധരിക്കുന്നില്ല. അവക്ക് ശുചിമുറിയോ കുളിമുറിയോ ഇല്ല. തിന്നാനോ കുടിക്കാനോ നിയന്ത്രണങ്ങളില്ല. മദ്രസയിലോ സ്കൂളിലോ പോകുന്നില്ല. മനുഷ്യന് ഇങ്ങനെയൊക്കെ മതിയെന്നാണോ നീ പറയുന്നത്? ഖാസിം ചോദിച്ചു. അപ്പോൾ ഖാസിമും ഷിബിലിയും തമ്മിലുള്ള ചർച്ചകളിൽ വന്ന സംസാരങ്ങളാണിത്. ആദ്യം ഷിബിലി പറഞ്ഞു, എന്തിനാണ് കുറേ നിയമങ്ങൾ? ഈ നിയമങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് സുഖമായിരുന്നു. മൃഗങ്ങൾക്ക് നിയമങ്ങളുണ്ടോ? അപ്പോൾ ഖാസിം പറഞ്ഞു, മൃഗങ്ങൾ വസ്ത്രം ധരിക്കുന്നില്ല. അവക്ക് ശുചിമുറിയോ കുളിമുറിയോ ഇല്ല. തിന്നാനോ കുടിക്കാനോ നിയന്ത്രണങ്ങളില്ല. എത്രയും തിന്നാം. അതുപോലെ മദ്രസയിലോ സ്കൂളിലൊന്നും പോകണ്ട. അതുപോലെ മനുഷ്യൻ ഇങ്ങനെയൊക്കെ മതിയെന്നാണോ നീ പറയുന്നത് എന്ന് ഖാസിം ഷിബിലിയോട് തിരിച്ചു ചോദിച്ചു. അപ്പോൾ ഷിബിലി പറഞ്ഞു, അത് പറ്റില്ല. മനുഷ്യർക്ക് നിയമങ്ങളൊക്കെ വേണം. ചർച്ച കേട്ട് അടുത്ത സീറ്റിലുള്ള ഉസ്താദ് ഇടപെട്ടു. നിയമം വേണമെന്ന് രണ്ടുപേരും സമ്മതിച്ചല്ലോ. ഇനി പറയൂ, ആരാണ് ഈ നിയമം ഉണ്ടാക്കുക? മനുഷ്യർ തന്നെ. മനുഷ്യരിൽ പല വിഭാഗങ്ങളില്ലേ? സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, വൃദ്ധർ, തൊഴിലാളികൾ, മുതലാളിമാർ. അവർ തന്നെ പല രൂപത്തിലാണ്. രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ, കാലഘട്ടങ്ങൾ എല്ലാം വ്യത്യസ്തം. ഇവർക്കെല്ലാം ആരാണ് നിയമങ്ങൾ ഉണ്ടാക്കുക? ഒരാൾക്ക് വേണ്ട നിയമം ഉണ്ടാക്കാൻ മറ്റൊരാൾക്ക് എന്താണ് അവകാശം? ഒരാൾ ഉണ്ടാക്കുന്ന നിയമം മറ്റൊരാൾക്ക് സ്വീകാര്യമാകണമെന്നുണ്ടോ? ഇനി സ്വീകരിച്ചാൽ തന്നെ അത് ശരിയാവണമെന്നുണ്ടോ? മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ നമുക്ക് നിയമമുണ്ടാക്കുന്നതിൽ പരിമിതിയുണ്ടെന്ന് മനസ്സിലായി. എന്നാൽ സ്വന്തം കാര്യങ്ങളിലെങ്കിലും നമുക്ക് നമ്മുടെ ചോയ്സുകൾ ആയിക്കൂടെ? നാം എന്ത് ധരിക്കണം, മുടി എങ്ങനെ മുറിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനിച്ചുകൂടെ? പറ്റില്ല. എന്തുകൊണ്ട്? മക്കളെ നോക്കൂ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് പൂർണ്ണാവകാശമുണ്ടോ? നാം ജനിച്ചത് നമ്മുടെ ഉദ്ദേശപ്രകാരമാണോ? നമ്മുടെ രൂപവും നിറവും അവയവങ്ങളുമൊക്കെ എങ്ങനെയാവണമെന്ന് നാമാണോ തീരുമാനിച്ചത്? നമുക്ക് ദാഹിക്കുന്നതും വിശക്കുന്നതും രോഗമുണ്ടാകുന്നതും നമ്മുടെ ഇഷ്ടപ്രകാരമാണോ? അപ്പോൾ നമുക്ക് നിയമമുണ്ടാക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്കും പറ്റില്ല. പിന്നെ ആരാണ് നിയമമുണ്ടാക്കുക? ഒരു വണ്ടി ഉണ്ടാക്കിയെന്ന് വെക്കുക. ആരാണ് അതിൻ്റെ ഉപയോഗ നിയമങ്ങൾ നിർദ്ദേശിക്കുക? ഉണ്ടാക്കിയ കമ്പനി. ശരിയാണ്. ആരാണോ നിർമ്മിച്ചത് അയാൾക്കാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുക. കമ്പനി തന്നെയാണ് യൂസർ മാനുവൽ നിർദ്ദേശിക്കേണ്ടത്. അതിൻ്റെ ഉപയോഗ നിയമങ്ങളൊക്കെ നിർദ്ദേശിക്കേണ്ടത് കമ്പനിയാണല്ലോ. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു തആലയാണ് മനുഷ്യന് വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്, അല്ലാതെ മനുഷ്യരല്ല. ഇവിടെ ഈ വണ്ടി ഉണ്ടാക്കുന്ന വിഷയത്തിൽ വണ്ടിയുടെ ഉപയോഗ നിയമങ്ങൾ, യൂസർ മാനുവൽ ആരാണ് നിർദ്ദേശിക്കേണ്ടത്? കമ്പനിയാണ്. അതുപോലെ മനുഷ്യന് വേണ്ട നിയമങ്ങൾ നിർദ്ദേശിക്കേണ്ടതും ഉണ്ടാക്കേണ്ടതും അവൻ്റെ സൃഷ്ടാവായ അള്ളാഹു തആലയാണ് എന്നാണ് പറഞ്ഞത്. മനുഷ്യരാശിക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും ഉണ്ടാക്കേണ്ടത് അവരെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവാണ്. നാം എന്ത് ധരിക്കണം, മുടി എങ്ങനെ മുറിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ ശരീരം എൻ്റെ തീരുമാനമാണ്, മൈ ബോഡി ഈസ് മൈ ചോയ്സ് എന്ന ആശയം തെറ്റാണല്ലേ ഉസ്താദെ? അതെ, തെറ്റാണ്. മറ്റാരുടെയും ഒരു നിയമവും അനുസരിക്കേണ്ട എന്നാണോ? അല്ല. മാതാപിതാക്കൾ, ഗുരുവര്യർ, കോടതികൾ, ഭരണാധികാരികൾ, ഇങ്ങനെ പലരെയും നാം അനുസരിക്കേണ്ടി വരും. ഇങ്ങനെ ചിലരെ അനുസരിക്കണമെന്നതും സൃഷ്ടാവായ അള്ളാഹു തആലയുടെ നിയമം തന്നെയാണ്. ഖുർആൻ പറയുന്നു, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ. ഷിബിലി, ഞാൻ ഇത്രയും ചിന്തിച്ചിരുന്നില്ല. ഒന്ന്, മനുഷ്യന് ജീവിത നിയമങ്ങൾ ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം? മനുഷ്യൻ വിവേകമില്ലാത്ത മറ്റു ജീവികളെപ്പോലെ ജീവിക്കും. അതോടെ പ്രശ്നങ്ങളും മറ്റു പ്രതിസന്ധികളും ഉണ്ടാകും. രണ്ട്, മനുഷ്യ ജീവിതത്തിന് മനുഷ്യർ തന്നെ നിയമമുണ്ടാക്കിയാൽ എന്തു സംഭവിക്കും? ഒരാളുണ്ടാക്കുന്ന നിയമം മറ്റൊരാൾക്ക് സ്വീകാര്യമാവുകയില്ല.
3. നാം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹു തആലയാണ്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു തആലയാണ്. അപ്പോൾ അല്ലാഹു തആലയാണ് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത്. ചോദ്യം 4. ഇവരെ അനുസരിക്കലും അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. ആരെ? മാതാപിതാക്കളെ, അതുപോലെ ഗുരുവര്യരെ, കോടതികളെ, ഭരണാധികാരികളെ. അടുത്തത് വിശദീകരിക്കാനാണ്. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ. വിധി അള്ളാഹുവിന് മാത്രമുള്ളതാണ്. മനുഷ്യരാശിക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും ഉണ്ടാക്കേണ്ടത് അവരെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവാണ്. നാം എന്ത് ധരിക്കണം, മുടി എങ്ങനെ മുറിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അള്ളാഹു തന്നെയാണ്. അടുത്തത് അസൈൻമെന്റ് 1. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു അവകാശവുമില്ല. കുറിപ്പ് എഴുതാനാണ്. ഇവിടെ മുതൽ എഴുതാവുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് പൂർണ്ണ അവകാശമുണ്ടോ? നാം ജനിച്ചത് നമ്മുടെ ഉദ്ദേശപ്രകാരമാണോ? നമ്മുടെ രൂപവും നിറവും അവയവങ്ങളുമൊക്കെ എങ്ങനെയാവണമെന്ന് നാമാണോ തീരുമാനിച്ചത്? അല്ല. നമുക്ക് ദാഹിക്കുന്നതും വിശക്കുന്നതും രോഗമുണ്ടാകുന്നതും നമ്മുടെ ഇഷ്ടപ്രകാരമാണോ? അല്ല. അപ്പോൾ നമുക്ക് നിയമമുണ്ടാക്കാൻ പറ്റില്ല, മറ്റുള്ളവർക്കും പറ്റില്ല. പിന്നെ ആരാണ് നിയമം ഉണ്ടാക്കുക? അല്ലാഹു തആലയാണ്. നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു തആലക്കാണ് നിയമം ഉണ്ടാക്കാനുള്ള പൂർണ്ണ അധികാരം. 2. അല്ലാഹു തആലയുടെ നിയമങ്ങൾ മനുഷ്യരാശിക്ക് ഗുണകരം. പ്രസംഗം തയ്യാറാക്കാനാണ്. നമ്മുടെ പാഠത്തിൽ അവസാന ഭാഗങ്ങളിലൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ പ്രസംഗം തയ്യാറാക്കുകയാണ് വേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.